ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മളൊരു ടാരോട്ട് റീഡിങ് ചെയ്യുകയാണ്. അതായത് നമുക്കറിയാം ഫുൾ മൂണും എക്ലിപ്സും ഒക്കെ ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് ഒരാഴ്ചക്കകം ഒരുപാട് സമയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ലോങ് പീരീഡിൻ്റെ എനർജി വൈസ് റീഡിങ് എടുക്കുന്നില്ല. 7 ദിവസത്തിനകം അല്ലെങ്കിൽ ഒരാഴ്ചക്കകം നിങ്ങൾക്ക് എന്തെല്ലാം ബ്ലെസ്സിങ്സ് ആണ്, അല്ലെങ്കിൽ എന്തിലൊന്ന് അവെയർ ആയിരിക്കണം, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ ഒരാഴ്ച ആ ഒരു പ്രപഞ്ചശക്തി അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് നിങ്ങൾക്ക് ഈ കാർഡിലൂടെ തരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ 2 പൈലാണ് വെച്ചിരിക്കുന്നത്. അതിൽ 2 ഹെയർ ക്ലിപ്പാണ് ചൂസ് ചെയ്യാനുള്ളത്. അപ്പം നിങ്ങളുടെ ഇൻഡ്യൂഷൻ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹെയർ ക്ലിപ്പ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചൂസ് ചെയ്യുക. പൈൽ 1 എന്ന് പറയുന്നത് ഈ വൈറ്റ് കളർ ഹെയർ ക്ലിപ്പാണ്. പൈൽ 2 എന്ന് പറയുന്നത് ഈ ഗോൾഡൻ കളർ ഹെയർ ക്ലിപ്പാണ്. അപ്പോൾ നമ്മളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഡ്യൂഷൻ പറയുന്ന അനുസരിച്ച് ഇതിൻ്റെ ഒന്നും ഭംഗി നോക്കിയിട്ടല്ല, ഒരു 5 മിനിറ്റ് കണ്ണടച്ചിരുന്ന് നിങ്ങളുടെ സോൾ ലെവലിൽ നിങ്ങളുടെ ഇൻഡ്യൂഷൻ ഏത് ക്ലിപ്പ് ചൂസ് ചെയ്യാനായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നു, ഡയറക്റ്റ് ചെയ്യുന്നു, അതിനനുസരിച്ച് ആ ഒരു പൈൽ സെലക്ട് ചെയ്യുക. പൈൽ 1 വൈറ്റ് കളർ ക്ലിപ്പ്, പൈൽ 2 ഗോൾഡൻ കളർ ക്ലിപ്പ്. അപ്പോൾ നമ്മൾ പൈൽ 1 സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഫുൾ മൂൺ എക്ലിപ്സിൻ്റെ ആ ഒരു ടൈം പീരീഡിൽ നിങ്ങൾക്ക് ഒരാഴ്ചക്കകം യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ്, ബ്ലെസ്സിങ്സ് എന്തെല്ലാമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇവിടെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒരുപാട് എനർജി കയറി വരുന്നത് കൊണ്ട് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇതിനകത്ത് റീഡിങ് വരുന്ന ആ ഒരു എനർജി മാത്രം നിങ്ങൾ എടുത്താൽ മതി, റെസനേറ്റ് ആവുന്നത് മാത്രം എടുത്താൽ മതി. ഫോഴ്സ്ഫുള്ളി ഇവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മളുടെ ജീവിതവുമായിട്ട് ഇനി വരും എന്നൊക്കെ കരുതിയിട്ട് നമ്മൾ അങ്ങനെ അട്രാക്റ്റ് ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആ ഒരു എനർജി വരുന്ന റീഡിങ് എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അത് മാത്രം റെസനേറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. പൈൽ 1 ചൂസ് ചെയ്തത് റീഡിംഗ് ആണിത്. അപ്പോൾ വരുന്ന ഒരു 7 ദിവസത്തിനകം അല്ലെങ്കിൽ ഒരാഴ്ച നിങ്ങൾക്ക് യൂണിവേഴ്സ് ആ ഒരു പ്രപഞ്ചശക്തിയുടെ എന്തെല്ലാം ഗൈഡൻസ്, ബ്ലെസ്സിങ്സ് ആണ് കിട്ടാനായിട്ട് ആ ഒരു ശക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തു വച്ചിരിക്കുന്നത് എന്നുള്ളത്. ഇതിൻ്റെ ക്ലാരിഫിക്കേഷൻ കാർഡ് കൂടി ഒന്ന് എടുത്തോട്ടെ.
പൈൽ 1 ആയിട്ടുള്ള വൈറ്റ് ക്ലിപ്പ് ചൂസ് ചെയ്തവരുടെ കാർഡ് ഇവിടെ സ്പ്രെഡായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു യൂണിവേഴ്സൽ ഗൈഡൻസ് അല്ലെങ്കിൽ എനർജി ഞാൻ ഇവിടെ പറയുകയാണ്. ഇവിടെ പൈൽ 1ൻ്റെ ആ ഒരു എനർജി അല്ലെങ്കിൽ പ്രപഞ്ചശക്തി നിങ്ങളോട് പറഞ്ഞു തരുന്ന കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ലൈഫ് അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ വരുന്ന ഓരോ ഓപ്പർച്യൂണിറ്റീസിനെയും നമ്മളുടെ ഒരു ക്രിയേറ്റീവ് ഐഡിയാസ് വെച്ച് അല്ലെങ്കിൽ നമ്മളുടെ വിജയത്തിനെ നമ്മൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഓരോ ഓപ്പർച്യൂണിറ്റിയാണെന്ന് മനസ്സിലാക്കുക. ഒന്നും നമ്മളുടെ കയ്യിലേക്ക് ഒന്നും കൈവെള്ളയിൽ കൊണ്ട് വിജയം വെച്ചിട്ട് ഇത് നിനക്കുള്ള വിജയമാണത് വിശ്വസിക്കുക, അല്ലെങ്കിൽ അത് നീ ആഘോഷിക്കുക, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു നടക്കുക എന്നുള്ള ആ ഒരു നിലപാടല്ലാതെ നമ്മളുടെ ആ ഒരു ശക്തി അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ക്രിയേറ്റിവിറ്റിയിൽ അല്ലെങ്കിൽ നമ്മളുടെ ഒരു പൊട്ടൻഷ്യലിൽ പൂർണ്ണമായും വിശ്വസിക്കുക ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആ ഒരു പ്രപഞ്ചശക്തിയെ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് ജീവിത വിജയം സുനിശ്ചിതമായിട്ട് കിട്ടാനായിട്ടുള്ള എല്ലാ അർഹതയും ഉണ്ട്. അപ്പോൾ അവിടെ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ടാക്ടിക്സ് അപ്ലൈ ചെയ്യണം. അല്ലാതെ മറ്റുള്ളവരെല്ലാം വിശ്വസിക്കുക അല്ലെങ്കിൽ അവർ സെൻറ്റിമെൻറ്റ്സ് കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനോ ഒക്കെ ശ്രമിക്കുന്ന സമയത്ത് അതിലൊക്കെ നമ്മൾ ഇമോഷണലി വീണു പോകാതെ ഒരു ട്രാൻസ്ഫോർമേഷൻ വരുത്തി അല്ലെങ്കിൽ ഇമോഷൻസിനെ താഴ്ത്തി വെച്ചുകൊണ്ട് ഇൻ്റലിജൻസിനെ ഉയർത്തിക്കൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ പണമായാലും ധനമായാലും അല്ലെങ്കിൽ കരിയർ വൈസ് നമ്മളുടെ പ്രൊമോഷനായാലും അതെല്ലാം നമ്മൾ നേടിയെടുക്കണം എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ നൈറ്റ് ഓഫ് സോർട്സ് എന്ന് പറയുന്ന ഒരു കാർഡ് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂത്ത്ഫുൾ മെൻറ്റാലിറ്റിയിൽ നമ്മൾ കാര്യങ്ങളെ കുറച്ചുകൂടി മുന്നോട്ട് കണ്ടുകൊണ്ട് നമ്മൾ ടാക്ടിക്സ് അപ്ലൈ ചെയ്തുകൊണ്ട് ഇൻ്റലിജൻസിനെ ഉയർത്തിക്കൊണ്ട് നമ്മളുടെ ആ ഒരു പാതയിൽ വരുന്ന തടസ്സങ്ങളെല്ലാം വെട്ടിമാറ്റിക്കൊണ്ട് മുന്നോട്ട് സഞ്ചരിക്കാനായിട്ട് അത് നമ്മൾ ഉപയോഗിച്ച് മുന്നോട്ട് പോവുക. അതിന് കാരണം നിങ്ങൾ കഴിഞ്ഞുപോയ ആ ഒരു ജീവിതത്തിലെ എല്ലാ തരത്തിലുമുള്ള ആ ഒരു ലൈഫ് ലെസൺസ് എല്ലാം അല്ലെങ്കിൽ ജീവിത അനുഭവത്തിൽ നിന്ന് കിട്ടിയ ആ ഒരു പൊള്ളൽ അല്ലെങ്കിൽ വേദനകൾ എല്ലാം മനസ്സിലാക്കിയത് കൊണ്ട് നമ്മൾ വളരെ ഗ്രൗണ്ടഡായി നിന്നുകൊണ്ട് എന്നാൽ വളരെ ഫണ്ണി ആറ്റിറ്റ്യൂഡിൽ നിന്നുകൊണ്ട് നമ്മൾക്ക് പാസ്റ്റിൽ കിട്ടിയ അനുഭവങ്ങളിൽ ഒരു റിമംബറൻസ് പോലെ അല്ലെങ്കിൽ അതൊരു പാഠമാക്കി ലൈഫ് ലെസൺ ആക്കി വെച്ചുകൊണ്ട് എപ്പോഴും ഒരു നൈറ്റ് ഓഫ് സോർട്സ് എന്നുള്ള രീതിയിൽ ഈ ഒരു യൂത്ത്ഫുൾ ഇൻ്റലിജൻറ്റ് മാനറിൽ നിന്നുകൊണ്ട് ടാക്ടിക്സ് അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ ഓരോ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ ഓരോ വ്യക്തികൾ വരുമ്പോൾ അവരെനിക്ക് നല്ലത് പ്രദാനം ചെയ്യുമോ, എൻ്റെ ഹയസ്റ്റ് ഗുഡിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ആളുകളാണോ അതോ എന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ആളുകളാണോ എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് സഞ്ചരിച്ചാൽ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്ന നിങ്ങളുടെ ആ ഒരു സക്സസ്സിലേക്കുള്ള ആ ഒരു വീല് നിങ്ങൾക്ക് തന്നെ ടേൺ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ജീവിത വിജയങ്ങൾ ഓരോന്ന് നേടിയെടുക്കാനായിട്ട് സഹായിക്കും. പക്ഷേ അതിന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്റ്റെബോൺ ക്യാരക്ടറിൽ അല്ലെങ്കിൽ വളരെ സ്ട്രിക്റ്റായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളൊന്നും ഒഴുക്കി കളയാതെ നമ്മുടെ എനർജി, നമ്മളുടെ സമയം, നമ്മളുടെ പണം അല്ലെങ്കിൽ നമ്മളുടെ ആയിട്ടുള്ള ആ ഒരു ഊർജം അല്ലെങ്കിൽ കരിയർ വൈസ് ആണെങ്കിൽ നമ്മൾക്ക് ജോലി ചെയ്യാനുള്ള ആ ഒരു കരവിരുതൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്ത് അവരതിൻ്റെ ഫലവും കൊണ്ടുപോകുമ്പോൾ അവർ നമ്മൾക്കൊന്ന് ഒരു താങ്ക്ഫുള്ളോ ഒന്നും അറിയിക്കാത്തൊരു രീതി അങ്ങനൊന്നും നിൽക്കാതെ നമ്മളിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ജീവിതത്തിന് മുന്നോട്ട് സഞ്ചരിച്ചാൽ ഇവിടെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള പല സിറ്റുവേഷൻസും നിങ്ങളുടെ മുന്നിൽ വരും. പക്ഷേ അവിടെ നിങ്ങളെ ആദ്യം വിശ്വസിക്കുക, പിന്നെ ആ ഒരു പ്രപഞ്ചശക്തിയെ ഒരു ഈശ്വരീയ സ്ഥാനം അല്ലെങ്കിൽ ഈശ്വരീയ ആ ഒരു ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ ആ ഒരു ശക്തി എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള അടിയുറച്ച വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ പണവും ധനവും എല്ലാം നമ്മളുടെ കയ്യിൽ വരും. അത് നമ്മളുടെ ആ ഒരു ഗ്രോത്തിനും ഉയർച്ചയ്ക്കും വിജയത്തിനും എല്ലാം നേടിയെടുക്കാനായിട്ട് സാധിക്കുമെന്ന് ഇവിടെ
പ്രപഞ്ചശക്തി കാർഡിലൂടെ കാണിച്ചു തരുന്നു. പിന്നെ ഇവിടുത്തെ ഒരു ഹൈറഫൻ കാർഡ് എന്ന് പറയുന്നത് നമുക്ക് കാര്യങ്ങളെല്ലാം അറിയാം. നമ്മളുടെ ജീവിതത്തിൽ വിജയം എങ്ങനെ നേടിയെടുക്കണം, അല്ലെങ്കിൽ നമുക്ക് വിജയം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ആഗ്രഹിച്ച എൻ്റെ പാഷൻ്റെ ക്രിയേറ്റീവ് ഐഡിയാസൊക്കെ വെച്ചിട്ട് ഏത് മേഖലയിലൂടെ ഏത് വഴിയൊക്കെ സഞ്ചരിക്കണമെന്ന് കൃത്യമായിട്ട് എനിക്കറിയാം. പക്ഷേ അവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കോമ്പറ്റീഷനാണ്, ഒരുപാട് ഹർഡിൽസ്, അല്ലെങ്കിൽ ഒരുപാട് ഹാർഡ് വർക്ക്, അല്ലെങ്കിൽ ഒരുപാട് സ്ട്രഗിൾസ് ഒക്കെ എനിക്കതിന് വേണ്ടി വരും എന്നുള്ള രീതിയിൽ നമ്മൾ ചിലപ്പോൾ പുറമോട്ട് വലിഞ്ഞു നിൽക്കും. അതിപ്പോൾ എന്നെ കൊണ്ട് സാധിക്കുമോ, അല്ലെങ്കിൽ ഇത്രത്തോളം എഫേർട്ട് ഇട്ട് അത്രയും സ്ട്രഗിൾ ചെയ്ത് പുഷ് ചെയ്ത് ഒക്കെ എനിക്ക് മുന്നോട്ട് സഞ്ചരിക്കണം ഇത്രയും നേടിയെടുക്കാൻ വേണ്ടിയിട്ടെന്ന് കരുതി നമ്മളെ വിശ്വാസമില്ലാതെ നമ്മൾ പിന്നിലേക്ക് നിൽക്കുകയാണെങ്കിൽ അവിടെ പ്രപഞ്ചശക്തി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മുന്നോട്ട് സഞ്ചരിക്കുക. നിങ്ങൾ ഒരു സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ, ഒരു ചെറിയ ആക്ഷൻ എടുക്കുമ്പോൾ യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് കോടാനുകോടി ശക്തികൾ അല്ലെങ്കിൽ ഹെൽപ്പിംഗ് ഹാൻഡ്സ് വന്ന് നിങ്ങളെ ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് ഒന്നിലും അങ്ങനെ സ്റ്റക്കായി നിൽക്കാതെ നിങ്ങളുടെ കഴിവിൽ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് യൂണിവേഴ്സൽ ഫോഴ്സിനെ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് സഞ്ചരിക്കുക എന്നിവിടെ പറയുന്നു. പിന്നെ ക്യൂൻ ഓഫ് കോയിൻസ് എന്ന് പറയുന്ന ആ ഒരു കാർഡെന്ന് പറഞ്ഞാൽ നിങ്ങളിലുള്ള ആ ഒരു ഫെമിനിൻ എനർജി, ഇത് കാണുന്നത് ജെൻഡർ സ്പെസിഫൈ ചെയ്യുന്നില്ല, മെയിലായാലും ഫീമെയിലായാലും നമ്മളിൽ ഫെമിനിൻ എനർജി എന്ന് പറയുമ്പോൾ എല്ലാവരിലുമുള്ള ആ ഒരു ക്രിയേഷനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കാലിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പവറിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവിൽ, നിങ്ങളുടെ പൊട്ടൻഷ്യലിൽ ഒക്കെ നിന്നുകൊണ്ട് നിങ്ങൾക്കെല്ലാം നേടിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്. പക്ഷേ അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളെ തന്നെ ഒരു പോസിറ്റീവായിട്ട് വിലയിരുത്തുക. അതായത് എന്നെ കൊണ്ട് സാധിക്കും, അല്ലാതെ വന്നുപോയ സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന അനുഭവങ്ങൾ, അല്ലെങ്കിൽ ചുറ്റും നിൽക്കുന്ന ആളുകൾ നമ്മളെ പുറകേട്ട് പിടിച്ചു വലിക്കാനുള്ളൊരു ശ്രമമൊക്കെയാണ് നടത്തുന്നതെങ്കിൽ നമ്മളവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു പക്ഷിയെ പോലെ ചിറക് വിരിച്ച് പാറിപ്പറക്കാനുള്ള എല്ലാ ഫെസിലിറ്റീസും അല്ലെങ്കിൽ എല്ലാ കഴിവും നിങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പോൾ അതിൽ നമ്മളൊന്ന് വിശ്വസിക്കുക. അതിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ ശ്രമിച്ചാൽ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു സൈഡിലേക്ക് ടേൺ ചെയ്ത് സക്സസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാവും എന്നിവിടെ പറയുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ആ ഒരു ഫുൾ മൂൺ എക്ലിപ്സിൻ്റെ ആ ഒരു രീതിയും അതുതന്നെയാണ് പറയുന്നത്. നമ്മുടെ ഓൾഡ് പാറ്റേൺ അല്ലെങ്കിൽ ബിലീഫ് സിസ്റ്റംസ് ഒക്കെ നമ്മളൊന്ന് മാറ്റി കളഞ്ഞിട്ട് നമ്മുടെ ഇമോഷൻസിനെ താഴ്ത്തി ഇൻ്റലിജൻസിനെ ഉയർത്തിക്കൊണ്ട് നമ്മളെ തന്നെ ഒന്ന് വിശ്വസിച്ചുകൊണ്ട്, പ്രപഞ്ചശക്തി വിശ്വസിച്ചുകൊണ്ട് ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് വരുത്തിക്കൊണ്ട് ഒരു ന്യൂ ബിഗിനിങ്, പഴയതെല്ലാം നമ്മൾ കളഞ്ഞ് ലെറ്റ് ഗോ ചെയ്ത് ഫൊർഗീവ് ചെയ്തിട്ട് ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് ഇറങ്ങി തിരിച്ചാൽ നിങ്ങൾക്ക് വിജയം നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് എന്നിവിടെ പറയുന്നു. ഇനി ഇവിടെ നിങ്ങൾക്ക് ഒരു അഡ്വൈസ് കാർഡും കൂടെ യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന്, ഇത്രയും അഡ്വൈസ് തന്നെയാണ്, എന്നാലും ഒരു ഗൈഡൻസ് പോലെ ഒരു കാർഡ് എക്സ്ട്രാ എടുക്കാനായിട്ട് എനിക്ക് ഇവിടെ കിട്ടിയതെന്ന് വെച്ചാൽ 10 ഓഫ് സോർട്സ് ആണ്. അതായത് നിങ്ങളുടെ മുന്നിലുള്ള ഓരോ ഓപ്പർച്യൂണിറ്റീസിനെ നിങ്ങളുടെ കഴിവ് മനസ്സിലാക്കിക്കൊണ്ട്, നിങ്ങളുടെ കാലിബർ, നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ സ്ട്രെങ്ത് എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് സർവ്വശക്തിയും എടുത്ത് പുഷ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടുള്ള ധൈര്യം, നമ്മളുടെ ഫിയർ അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇല്ലാത്ത ആ ഒരു അവസ്ഥയെല്ലാം മാറ്റിക്കൊണ്ട് നമ്മളെ കൊണ്ട് കഴിയും, എന്നെ കൊണ്ട് മാത്രമേ അത് കഴിയുകയുള്ളൂ, കാരണം എനിക്ക് മാത്രമേ അതെങ്ങനെ ചെയ്യണമെന്ന്, അതൊരു വലിയ വിജയത്തിലേക്ക് നേടിയെടുക്കാനായിട്ട് അതെങ്ങനെ കൊണ്ടുപോകണമെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്ന് നമുക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായതുകൊണ്ട് അതിനെ എല്ലാ സർവ്വശക്തിയും എടുത്തുകൊണ്ട് നിങ്ങളുടേതായിട്ടുള്ള ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും ഒക്കെ കൊടുത്ത് അതിന് എഫേർട്ട് ഇടുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് അതിൽ സക്സസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നിവിടെ യൂണിവേഴ്സ് അല്ലെങ്കിൽ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നു. അതാണ് പൈൽ 1 സെലക്ട് ചെയ്ത ആളുകളുടെ ആ ഒരു റീഡിങ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങൾ കടന്നു പോകുന്നതിൻ്റെ കൂടെ ഈ ഒരു എന്തെങ്കിലും കാര്യങ്ങൾ റെസനേറ്റ് ചെയ്തായി വന്നു എന്നുണ്ടെങ്കിൽ അത് മാത്രം നിങ്ങളൊന്ന് ആ ഒരു ഗൈഡൻസ് മാത്രം എടുക്കുക. അല്ലാതെ ഇതിൽ വന്നെല്ലാം നിങ്ങളുടെ ജീവിതവുമായിട്ട്
റിലേറ്റ് ചെയ്യുന്നതാണെന്ന് കരുതി നമ്മൾ ഫോഴ്സ്ഫുള്ളി ഒന്നും അട്രാക്റ്റ് ചെയ്തെടുക്കണ്ട. ഷഫിൾ ചെയ്ത് അപ്പോൾ ഇനി അടുത്ത ഒരു ഗോൾഡൻ കളർ രണ്ടാമത്തെ പൈല് ഗോൾഡൻ കളർ ക്ലിപ്പ് സെലക്ട് ചെയ്ത് രണ്ടാമത്തെ പൈലുകാരുടെ റീഡിംഗ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം രണ്ടാമത്തെ ആ ഒരു റീഡിങ് ഏത് രീതിയിൽ വരുമെന്നുള്ളത്. 5-2 റീഡിംഗ് ആണ്. എൻ്റെ ക്ലാരിഫിക്കേഷൻ കാർഡ് കൂടി ഞാൻ എടുത്തോട്ടെ. നമുക്ക് 5-2 കാർഡ് ഇവിടെ സ്പ്രെഡ് ആയിട്ടുണ്ട്. അതിൻ്റെ ക്ലാരിഫിക്കേഷൻ കാർഡും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 5-2 ഒരു റീഡിങ്ങിൽ എനിക്ക് കാണാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ഫീൽ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ 5-2 കാണുന്ന പല ആളുകളും ഇമോഷണലി വളരെ ഡൗൺ ആയ ആൾക്കാരാണ്.
അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ അവർക്ക് അവരുടെ ആ ഒരു നമുക്ക് എന്താ പറയുക, സ്നേഹം കൊണ്ട് നമുക്ക് വേണ്ടതെല്ലാം അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുമ്പോൾ പല ആളുകളും അതിൻ്റെ ആ ഒരു മറവിൽ നിന്നുകൊണ്ട് നിങ്ങളെ ചൂഷണം ചെയ്യുന്ന ആ ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ കാണുന്നത്. നമ്മളെല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവരുടെ നിന്നുള്ളൊരു അനുഭവം കിട്ടിക്കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് അവർ നമ്മളെ പറ്റിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ചൂഷണം ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെ ഇതുവരെ യൂസ് ചെയ്തുകൊണ്ടിരുന്നതെന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഒരു സഹിക്കാൻ പറ്റാത്തത്രയും ഒരു വേദനയാണ്. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ എപ്പോഴും അടക്കി വയ്ക്കുക, ഹൈഡ് ചെയ്ത് വയ്ക്കുക. നിങ്ങൾക്ക് എത്ര ഇഷ്ടപ്പെട്ട ആളുകളാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ഒരു ചിന്താഗതിക്ക് അനുസരിച്ചൊന്നും അവർ അങ്ങനെ വേണം, അല്ലെങ്കിൽ അവരെ നമുക്ക് ഇഷ്ടമാണ്, അവർ നമ്മളുടെ ഇന്ന ആളാണ്, അത്രയും ഒരു കെയറിങ് നമ്മൾ കൊടുക്കണം എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ നമ്മളുടേതായിട്ടുള്ള ആ ഒരു സ്നേഹവും അല്ലെങ്കിൽ സമയവും അല്ലെങ്കിൽ മെറ്റീരിയൽ റിസോഴ്സസും എല്ലാം അങ്ങനെ കൊടുക്കുമ്പോൾ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ഒരാൾ വ്യത്യസ്തമായ ഒരു വ്യക്തിയാണ്, ഒരു യുണീക്ക് ക്യാരക്ടറാണ്. നമുക്ക് ചുറ്റിനുമുള്ള ഓരോ ജീവികളാണെങ്കിലും മനുഷ്യരാണെങ്കിലും എല്ലാം യുണീക്കാണ്. അത് ആ പ്രപഞ്ച ശക്തിയുടെ ഒരു സൃഷ്ടിയാണ്. അപ്പോൾ നമ്മൾ എത്ര കൊടുത്തു എന്ന് പറഞ്ഞാലും നമ്മളുടെ ആ ഒരു കൺസെപ്റ്റിനനുസരിച്ചൊന്നും ആർക്കും ആവാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എല്ലാം ഇങ്ങനെ കൊടുത്തിട്ട് പിന്നെ സങ്കടപ്പെട്ട് മനസ്താപിച്ച് ഇരിക്കുന്നതിന് പകരം നമ്മളുടെ ഇമോഷൻസിനെ എപ്പോഴും നമ്മളൊന്ന് കൺട്രോൾ ചെയ്യുക. നമ്മൾ എല്ലാ സ്നേഹവും ഉണ്ട്, പക്ഷേ അത് മനസ്സിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് നമ്മൾ കുറച്ച് ടാക്ടിക്സ് അപ്ലൈ ചെയ്തുകൊണ്ട് അവരുടെ മുന്നിൽ നിൽക്കാൻ ശ്രമിക്കുക. അപ്പോൾ അവരെന്ത് പ്രവർത്തിച്ചാലും ഒരു സങ്കടത്തിൻ്റെ ആഴക്കടലിലേക്ക് നമുക്ക് പോകേണ്ട അവസ്ഥ വരത്തില്ല. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ മുന്നിൽ നിൽക്കുന്ന എത്ര സ്നേഹമുണ്ടെന്ന് പറഞ്ഞാലും അവരോട് നമ്മളൊന്നും കണ്ടില്ല കേട്ടില്ല എന്നുള്ള രീതിയിൽ ഒരു സ്റ്റാൻഡിൽ ഉറച്ചുകൊണ്ട് നമ്മൾ ഇമോഷൻസിനെ ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ട്, ലോ ആക്കി വെച്ചുകൊണ്ട്, ഇൻ്റലിജൻസിനെ ഉയർത്തിക്കൊണ്ട് നമ്മൾ അവരോടെല്ലാം പെരുമാറാനും ആ ഒരു സിറ്റുവേഷനെ ആ ഒരു രീതിയിലൊക്കെ നമ്മളൊന്ന് ടാക്കിൾ ചെയ്യാനായിട്ടും നമ്മളൊന്ന് ശ്രമിക്കുക. അത്തരത്തിലൊരു മാറ്റം ഈ ഒരു ഫുൾ മൂൺ അല്ലെങ്കിൽ ആ ഒരു എക്ലിപ്സിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു സമയത്ത് നിങ്ങൾ അത്തരത്തിലുള്ള നിങ്ങളുടെ ആ ഒരു ഓൾഡ് പാറ്റേൺ ആ ഒരു രീതിയൊക്കെ ആണെങ്കിൽ നമ്മൾ അതൊന്ന് മാറ്റി അതിനൊരിച്ചിരി വ്യത്യാസമൊക്കെ വരുത്തി നമ്മളുടെ ഇമോഷൻസിനെ താഴ്ത്തിക്കൊണ്ട് നമ്മൾ ആ ഒരു പെട്ടെന്ന് വരുന്ന ഒരു സിറ്റുവേഷനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ള രീതിയിൽ മാത്രം നമ്മൾ നിലകൊണ്ടുകൊണ്ട് ആക്ഷൻസ് എടുക്കുക. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇതും അത് തന്നെയാണ് പറയുന്നത്. നമ്മൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികൾ അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലുള്ള ആളുകൾ, അവരുമായിട്ട് നമുക്കുള്ള ആ ഒരു ബന്ധത്തിൻ്റെ ആഴമൊക്കെ വെച്ചുകൊണ്ട് നമ്മളിങ്ങനെ അവർക്ക് വേണ്ടിയിട്ടെല്ലാം ഒരു കൊടുക്കുന്ന ഒരു രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നതിന് പകരം നമ്മൾ എപ്പോഴും ഒരു യൂത്ത്ഫുൾ ആയിട്ടുള്ളൊരു ഇൻ്റലിജൻസ് അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ ആ വരുന്ന ഓപ്പർച്യൂണിറ്റീസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള രീതിയിൽ ഇമോഷൻസിനെ താഴ്ത്തി വെച്ചുകൊണ്ട് ഇൻ്റലിജൻസിനെ ഉയർത്തിക്കൊണ്ട് കാര്യങ്ങളെ നോക്കിക്കണ്ട് ചെയ്തു പോകണം. അപ്പോൾ നമുക്ക് അത്രയും പെയിൻഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ വരില്ല. പിന്നെ നമുക്ക് ജീവിതത്തിൽ വളരെയധികം ഹാർഡ് വർക്കൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾക്ക് ജീവിതത്തിലെ ക്ലേശങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളിങ്ങനെ പുഷ് ചെയ്ത് സ്ട്രെങ്ത്തൊക്കെ എടുത്ത് വളരെ ഹാർഡ് വർക്കൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് ഒക്കെ മുന്നോട്ട് പോകുന്ന ആ ഒരു സ്ഥിതിവിശേഷത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ യൂണിവേഴ്സ് പറയുന്നു, പ്രപഞ്ചശക്തി പറയുന്നു, ഇടയ്ക്കിടയ്ക്കൊന്ന് നിൽക്കുക. ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ രാവും പകലും ഇല്ലാതെ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ അവർ നമ്മളുടെ ആണല്ലോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്തേ മതിയാവത്തുള്ളല്ലോ, നമ്മളല്ലേ ഉള്ളൂ, വേറെ ആരും ഇല്ലല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങളുടെ ഹെൽത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ മെൻ്റൽ സ്ട്രെങ്തോ അല്ലെങ്കിൽ നിങ്ങളുടെ മാനസികമായിട്ടുള്ള ആ ഒരു ഹെൽത്തിന് വേണ്ടിയിട്ട്, ശാരീരികമായിട്ടുള്ള ആ ഒരു ഹെൽത്തിന് വേണ്ടിയിട്ട് ഒന്നും സമയം കൊടുക്കാതെ, നിങ്ങളെ ഒന്ന് കെയർ ചെയ്യാതെ, നിങ്ങളുടെ മൂല്യം എന്താണെന്ന് മനസ്സിലാക്കാതെ ഇങ്ങനെ കഷ്ടപ്പെടുന്നതിന് പകരം ഒരല്പം സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ മൂല്യം എന്താണെന്ന് മനസ്സിലാക്കുക. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇത്രത്തോളം കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തോ,
എന്നെ ഞാനൊന്ന് അംഗീകരിച്ചോ, ഞാൻ എന്നെ ഒന്ന് എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ മുഖത്തേക്ക് ഞാനൊന്ന് നോക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം നമ്മൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കുക എന്ന് ഇവിടെ പറയുന്നു. പിന്നെ ഇവിടെ ഓവറോൾ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ഈ പറയുന്ന രീതിയിൽ ഇമോഷൻസ് വളരെ ഹൈ ആവുന്ന സമയത്ത് നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ പലയിടത്തുനിന്നും നമുക്ക് നമ്മളുടെ മുതുകത്ത് കത്തി കുത്തി കയറ്റുന്ന കണക്കത്തെ ബാക്ക് സ്റ്റാബിങ്, അല്ലെങ്കിൽ ബിട്രയൽ സിറ്റുവേഷൻ, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മളെ ചൂഷണം ചെയ്യുക, മാനിപ്പുലേറ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുന്ന ആ ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ നിന്ന് പിന്നെ വേദനാജനകമായിട്ട് നമ്മൾ അതിൽ നിന്ന് എന്താ ഇങ്ങനെ ഞാൻ ഇത്രയുമൊക്കെ ചെയ്തിട്ടും തിരിച്ചെനിക്ക് ഇതൊക്കെയാണല്ലോ കിട്ടുന്നതെന്നുള്ള രീതിയിൽ നമ്മൾ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഇരിക്കാതെ എപ്പോഴും പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്ന വളരെ ഗ്രൗണ്ടഡ് ആയിരിക്കുക. കുറച്ച് നേരം രാവിലെ എഴുന്നേറ്റ് മെഡിറ്റേഷൻ ചെയ്യുക, ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക, നിങ്ങളുടെ മൂല്യം എന്താണെന്ന് മനസ്സിലാക്കുക, സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ വർത്ത് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെ ഒന്ന് നോക്കിക്കാണുക, നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുക, സമയത്തിന് ഉറങ്ങുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുക, നല്ല വസ്ത്രം ധരിക്കുക. ഇങ്ങനെ കഷ്ടപ്പെടുന്ന ബാക്കിയുള്ളവരുടെ കാര്യങ്ങളെല്ലാം ഫുൾഫിൽ ചെയ്യുന്നതിന് പകരം നമ്മൾക്ക് വേണ്ടിയിട്ടും കൂടെ കാര്യങ്ങൾ ചെയ്ത് ഇത് രണ്ടും ഒരു ബാലൻസിൽ, മറ്റുള്ളവർക്കും എല്ലാം ചെയ്തു കൊടുക്കണം, നമുക്ക് വേണ്ടിയിട്ടും എല്ലാം ചെയ്ത് നമ്മളെ ഫുൾഫിൽ ചെയ്യണം. അങ്ങനെ അതൊരു ബാലൻസിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ ബാലൻസ്ഡ് ആയിട്ട് ഫുൾഫിൽഡ് ആയിട്ട് ഒരു പ്രശ്നങ്ങളും കൂടാതെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാം, നമ്മളെയും സന്തോഷിപ്പിച്ച് അത് രണ്ടും ഈക്വലാക്കി കൊണ്ടുപോകാനായിട്ട് ഇവിടെ സാധിക്കും എന്ന് പ്രപഞ്ചശക്തി പറയുന്നു. അപ്പോൾ ഫുൾ മൂൺ അല്ലെങ്കിൽ ന്യൂ മൂൺ എക്ലിപ്സിൻ്റെ ആ ഒരു എനർജി പോർട്ടൽ ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുമ്പോൾ അവിടെ പറയുന്ന കാര്യവും ഒരു സ്പിരിച്വൽ അവേക്കനിങ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലെ യൂണിവേഴ്സൽ ഗൈഡൻസ് കിട്ടുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഓൾഡ് പാറ്റേൺസ് ഒക്കെ ഒന്ന് മാറ്റി നമ്മളുടെ ഇമോഷൻസിനെ താഴ്ത്തി വെച്ച് ബുദ്ധിയെക്കുറിച്ച് ഉയർത്തി ഇൻ്റലിജൻസിനെ ഉയർത്തിക്കൊണ്ട് നമ്മളുടെ ഈ വേണ്ടാത്ത നമ്മൾക്ക് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ തരുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ലെറ്റ് ഗോ ചെയ്ത് ഫൊർഗീവ് ചെയ്ത് ഒരു ട്രാൻസ്ഫോർമേഷനൊക്കെ വരുത്തി ഒരു പുതിയ വ്യക്തി അല്ലെങ്കിൽ പുതിയ ഒരു റുട്ടീൻ അല്ലെങ്കിൽ ഒരു പുതിയ ഒരു തുടക്കം പോലെ നിങ്ങളുടെ ജീവിതം ഒന്ന് തുടങ്ങാനായിട്ട് ശ്രമിച്ചാൽ നമുക്കെപ്പോഴും ഒരു യൂത്ത്ഫുൾ മെൻറ്റാലിറ്റിയിൽ നമുക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുക, മറ്റുള്ളവർക്കും വേണ്ടി കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ മറ്റുള്ളവർ അത് ഏറ്റെടുത്താലും അല്ലെങ്കിൽ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നമുക്കാദ്യം മൂല്യം കൊടുക്കുന്നുണ്ട്, നമുക്ക് സെൽഫ് ലവ്, നമ്മൾ സെൽഫ് കെയർ ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം മറ്റുള്ളവർക്ക് എന്ത് കാര്യങ്ങൾ ചെയ്തു കൊടുത്താലും അവർ നമ്മളെ അപ്രീസിയേഷൻ തന്നില്ലെങ്കിലും അല്ലെങ്കിൽ താങ്ക് യു പറഞ്ഞില്ലെങ്കിലും ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്യുന്നുണ്ട്. എന്നെ ഫസ്റ്റ് പൊസിഷനിലേക്ക് ഞാൻ ഉയർത്തി നിർത്തിയിട്ട് ഐ ആം ദ ബെസ്റ്റ് ആൻഡ് ദ ഫസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് നിങ്ങൾ തന്നെ ഉയർന്നു വന്നാൽ നിങ്ങൾക്ക് ജീവിതത്തിന് ഇപ്പോഴത്തെ ആ ഒരു സ്റ്റക്ക് അല്ലെങ്കിൽ ആ ഒരു വേദനാജനകമായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് വളരെ സന്തോഷമായി സമാധാനമായി ജീവിതത്തിൽ ഓരോ സിറ്റുവേഷൻസും വളരെയധികം പവർഫുള്ളായിട്ടും പോസിറ്റീവായിട്ടും ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്ന് യൂണിവേഴ്സൽ ഗൈഡൻസ് അല്ലെങ്കിൽ ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഇനി ഇതിന് ഇവിടെ നിങ്ങൾക്ക് കിട്ടിയ ഒരു കാർഡും കൂടെ ഉണ്ട്, 2 ഓഫ് കപ്സ്. അതായത് ഞാൻ ഇതിനകത്ത് പറഞ്ഞൊരു കാര്യമാണ്, ഇമോഷൻസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ അങ്ങോട്ട് കൊടുത്ത് ഇരിക്കുമ്പോൾ തിരിച്ച് നമുക്കൊന്നും കിട്ടുന്നില്ല എന്നുള്ള രീതിയാണെങ്കിൽ നമ്മൾ ആ ഒരു നൈറ്റ് ഓഫ് സോർട്സിൻ്റെ രീതിയിൽ ഒരു യൂത്ത്ഫുൾ ഇൻ്റലിജൻസ് രീതിയിൽ നമ്മുടെ ഇമോഷൻസിനെ ഒന്ന് താഴ്ത്തി ഇൻ്റലിജൻസിനെ ഉയർത്തിക്കൊണ്ട് നമ്മൾ ആ ഒരു രീതിയിൽ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്ക് തുല്യമായ രീതിയിൽ എല്ലാം തിരിച്ചു കിട്ടും എന്നുള്ള രീതിയിലാണ് ഈ കാർഡ് ഇവിടെ വന്നിരിക്കുന്നത്. അല്ലാതെ നമ്മളിങ്ങനെ ഒരു പാനപാത്രം പോലെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഓവറായിട്ട് ഇങ്ങനെ നമ്മളുടെ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു തൃപ്തി അത്രയും ഞാൻ സ്നേഹിക്കുന്നു എന്നുള്ള രീതിയിൽ അങ്ങോട്ടിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സമയം, നമ്മളുടെ പണം, ധനം അല്ലെങ്കിൽ നമ്മുടെ സ്നേഹം, നമ്മളുടെ കെയറിങ് ഒക്കെ അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ റിസീവ് ചെയ്യുന്ന ആൾക്ക് അത്രയും സീരിയസ്നെസ്സോട് തരുന്ന ആരാണെന്നൊന്നും നോക്കാതെ അവരത്രയും ഗ്രേറ്റ്ഫുൾ ആവുമോ അല്ലെങ്കിൽ അതിന് ആ ഒരു മൂല്യം കൊടുക്കുകയോ ചെയ്യില്ല. അപ്പോൾ നമ്മളുടെ ആ ഒരു മോഡൊന്ന് മാറ്റുക.
ഇമോഷൻസിനെ താഴ്ത്തി ഇൻ്റലിജൻസിനെ ഉയർത്തിക്കൊണ്ട് നമ്മളുടെ ടാക്ടിക്സ് വെച്ച് ഓരോ ഓപ്പർച്യൂണിറ്റീസും എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, നമുക്ക് എത്ര മൂല്യം നമ്മൾ കൊടുക്കുന്നു, എത്ര സെൽഫ് ലവ് സെൽഫ് കെയർ ഒക്കെ കൊടുക്കുന്നു, അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മളെ തന്നെ ഒന്ന് മാറ്റം വരുത്തുമ്പോൾ എല്ലായിടത്തും നമ്മൾ കൊടുക്കുന്നതിന് തുല്യമായി നമ്മൾക്ക് തിരിച്ചു കിട്ടുന്ന ആ ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും. പണമായാലും ധനമായാലും സ്നേഹമായാലും കെയറിങ് ആണെങ്കിലും സമയമാണെങ്കിലും എല്ലാം, അല്ലെ നിങ്ങൾ പറയുന്ന കേൾക്കുന്നതിന് തിരിച്ചുള്ള മറുപടിയാണെങ്കിലും എന്താണെങ്കിലും പകരത്തിന് പകരം അല്ലെങ്കിൽ തുല്യമായ രീതിയിൽ നിങ്ങൾക്ക് തിരിച്ച് റിസീവ് ചെയ്യാനും നിങ്ങൾക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. പക്ഷെ അതിന് നമ്മളുടേതായിട്ടുള്ള നമ്മളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റുക എന്നിവിടെ യൂണിവേഴ്സൽ ഫോഴ്സ് അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സൽ ഗൈഡൻസ് നിങ്ങൾക്ക് തരികയാണ്, അല്ലെങ്കിൽ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുകയാണ്. ഇനി അതിന് ഒരു കാർഡും കൂടെ ഞാൻ എടുക്കാം. അതും കിട്ടിയത് 4 ഓഫ് വാണ്ട്സ് ആണ്. അല്ലെങ്കിൽ പൂർണ്ണമായ സന്തോഷവും സമാധാനവും ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് പോലത്തെ ആ ഒരു ജീവിതം നമ്മൾക്ക് സ്വപ്നം കാണാനായിട്ട് സാധിക്കും. എങ്ങനെ? ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മളുടെ ആ ഒരു ഇപ്പോഴത്തെ ആ ഒരു നിലപാട്, ആ ഒരു മോഡൊന്ന് മാറ്റിക്കൊണ്ട് നമ്മളുടെ ഇമോഷൻസിനെ താഴ്ത്തി ഇൻ്റലിജൻസിനെ ഉയർത്തി നമ്മളുടെ ജീവിതത്തിലെ ഓരോ ഓപ്പർച്യൂണിറ്റീസിനും ടാക്ടിക്സ് അപ്ലൈ ചെയ്ത് എത്ര ബന്ധത്തിൽ അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും അവരെ ഒരിത്തിരി അകറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് മൂല്യം കൊടുത്ത് ആ ഒരു സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്ത് ആ ഒരു മോഡിൽ നിന്നുകൊണ്ട് ഞാനാണ് ആദ്യത്തെ വ്യക്തി, എനിക്കെല്ലാം കൊടുത്തിട്ട് പിന്നെ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അത് സ്വാർത്ഥതയല്ല, നമ്മളോടുള്ള ആ ഒരു അംഗീകാരമാണ്. ആ ഒരു രീതിയിലേക്ക് നമ്മൾ ഉയർന്നു വരുമ്പോൾ നമുക്ക് ജീവിതത്തിൽ എല്ലാം, ഫാമിലി ആണെങ്കിലും സ്നേഹമാണെങ്കിലും കെയറിങ് ആണെങ്കിലും ധനമാണെങ്കിലും പണമാണെങ്കിലും ജോലിയാണെങ്കിലും എല്ലാം അതിൻ്റെ തുല്യമായ രീതിയിൽ നമുക്ക് കിട്ടാൻ എല്ലാം കിട്ടും എന്നുള്ള രീതിയിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഗൈഡൻസ് തന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് പൈൽ 2ൻ്റെ റീഡിങ്. അപ്പോൾ ഈ 2 റീഡിങ്ങും ഈ ഒരു ഫുൾ മൂൺ അല്ലെങ്കിൽ എക്ലിപ്സിൻ്റെ ആ ഒരു എനർജി പോർട്ടൽ വെച്ചിട്ട് ഞാൻ ഒരാഴ്ചത്തേക്ക് എന്നുള്ള രീതിയിൽ റീഡ് ചെയ്തതാണ്. ഇതിലെന്തെങ്കിലും നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ ഇത് വിട്ടേക്കുക. ഒന്നും ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇതിൽ വന്ന എനർജിയൊന്നും അട്രാക്റ്റ് ചെയ്തെടുക്കണ്ട. അപ്പോൾ എല്ലാവരും ഈ ഒരു റീഡിങ് കണ്ടതിന് താങ്ക് യു സോ മച്ച്.